നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഉപതെരഞ്ഞെടുപ്പ്. ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉറപ്പായിരിക്കെ മുന്നണി ക്യാമ്പുകൾ സജീവമായി കഴിഞ്ഞു. നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് കോൺഗ്രസിനറിയാം. പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള രണ്ട് പ്രധാന നേതാക്കളുടെ തർക്കമാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി. സീറ്റ് കോൺഗ്രസിന്റേതാണെങ്കിലും മുസ്ലിം ലീഗിന്റെയും PV അൻവറിന്റെയും നിലപാടുകൾ നിർണായകമാകും. ജോയ്ക്ക് വേണ്ടി അൻവറും ഷൌക്കത്തിനു വേണ്ടി ലീഗും ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ നേതാക്കൾ അവകാശവാദവുമായി വരുന്നതും കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. വിജയസാധ്യതയുള്ള സ്വന്തം സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ ഇല്ല എന്നതാണ് CPMന്റെ അവസ്ഥ. അൻവർ ഇല്ലാതെ ജയിക്കേണ്ടത് അഭിമാന പ്രശ്നവുമാണ്. UDFിലെ തർക്കങ്ങളിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും ഇത് മുന്നിൽ കണ്ടുതന്നെ. മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ U ഷറഫലി, ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ തോമസ് മാത്യു, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരെയും CPM പരിഗണിക്കുന്നുണ്ട്. BJP കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി ചർച്ച പ്രാഥമികമായി തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും മത്സരിക്കണമെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. വഖഫ്, മുനമ്പം വിഷയങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.